മാർച്ച് 13 വള്ളത്തോൾ നാരായണമേനോൻ ചരമദിനം. ആധുനിക മലയാള കവിത്രയത്തിൽ ഒരാളും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമായ വള്ളത്തോൾ നാരായണമേനോൻ 1958 മാർച്ച് 13 അന്തരിച്ചു. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചേന്നറ ഗ്രാമത്തിൽ വള്ളത്തോൾ തറവാട്ടിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അമ്മാവനും ആയുർവേദ വൈദ്യനുമായിരുന്ന രാമുണ്ണി മേനോൻ്റെ കീഴിൽ സംസ്കൃത കാവ്യനാടകങ്ങളും തർക്കശാസ്ത്രവും ആയുർവേദവും ഒക്കെ പഠിച്ചു. 16-ാം വയസ്സിൽ ഋതുവിലാസം, വിലാസലതിക എന്നീ കൃതികൾ എഴുതി. യുവാവായിരിക്കെ വാൽമീകി രാമായണത്തെ പദാനുപദ തർജ്ജിമ നടത്തി കേരള വാൽമീകി എന്ന പേരും ചിത്രയോഗം മഹാകാവ്യമെഴുതി മഹാകവി എന്ന പേരും നേടി. ക്ലാസിക് പാരമ്പര്യം അനുസരിച്ച് എഴുതിയതാണ് ആദ്യകാല കൃതികളെങ്കിലും പിന്നീട് കാൽപ്പനിക സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന കാവ്യങ്ങൾ എഴുതി. മഗ്ദലന മറിയം, കൊച്ചു സീത, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, അച്ഛനും മകളും, ശിഷ്യനും മകനും തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങളും സാഹിത്യമഞ്ജരി 11 ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ച അനവധി ലഘു കവിതകളും വള്ളത്തോളിനെ മലയാള കവികളിൽ മുൻനിരയിൽ എത്തിച്ചു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ദേശീയബോധം ജനിപ്പിക്കുന്ന ധാരാളം കവിതകൾ എഴുതി കേരളത്തിലെ ദേശീയ കവിയായി അംഗീകരിക്കപ്പെട്ടു. ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി സങ്കല്പിച്ചുകൊണ്ട് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ഗാന്ധിജിയെക്കുറിച്ച് ഇന്ത്യൻ ഭാഷകളിൽ എഴുതിയ ഏറ്റവും മനോഹരമായ കവിതകളിൽ ഒന്നാണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ബധിരത വ്യാപിച്ചിരുന്നു. അതേക്കുറിച്ച് എഴുതിയ കാവ്യമാണ് ബധിരവിലാപം. കഥകളിയുടെയും മോഹിനിയാട്ടം തുടങ്ങിയ മറ്റു കേരളീയ കലകളുടെയും പരിപോഷണത്തിനായി 1930 തൃശൂർ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. പിൽക്കാലത്ത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത ഈ സ്ഥാപനത്തിന് 2006 ഭാരത സർക്കാർ കൽപ്പിത സർവകലാശാല പദവി നൽകി. 1948 മദ്രാസ് സർക്കാർ ആസ്ഥാന കവിയായി പ്രഖ്യാപിക്കുകയും 1954 രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്ത വള്ളത്തോൾ നാരായണ മേനോൻ 1958 മാർച്ച് 13 അന്തരിച്ചു. 1991 അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ 1,11,111 രൂപ സമ്മാനത്തുകയുള്ള വള്ളത്തോൾ അവാർഡ് മലയാളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ്. മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചു കൊന്ന ദിനം. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും രോമാഞ്ചജനകമായ ഒരു പ്രതികാരത്തിൻ്റെ ഓർമ്മദിനമാണ് മാർച്ച് 13. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ 1940 മാർച്ച് 13 ലണ്ടനിലെ കാസ്റ്റൺ ഹാളിലെ സമ്മേളന വേദിയിൽ വെച്ച് ഉദ്ധം സിംഗ് എന്ന ഇന്ത്യൻ ചെറുപ്പക്കാരൻ വെടിവെച്ചു കൊന്ന ദിനം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വെള്ളം കൊടുക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു 20 വയസ്സുകാരനായിരുന്ന ഉദ്ധം സിംഗ്. ഈ ദാരുണ കാഴ്ച കണ്ട് അതിനുത്തരവാദിയായ മൈക്കൽ ഒ ഡയറിനോട് പ്രതികാരം ചെയ്യുമെന്ന് അന്ന് പ്രതിജ്ഞ ചെയ്തതാണ്. ഏതാണ്ട് 21 വർഷം കാത്തിരിക്കേണ്ടി വന്നു അതിന് ഒരവസരം കിട്ടാൻ. ആ ലക്ഷ്യത്തോടെയാണ് 1934 ഉദ്ധം സിംഗ് ലണ്ടനിൽ എത്തുന്നത്. പിന്നെയും വർഷങ്ങൾ കാത്തിരുന്നാണ് അവസരം ഒത്തുവന്നത്. കൃത്യനിർവഹണത്തിനു ശേഷം
രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ധീരമായി പോലീസിന് കീഴടങ്ങി. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ ലണ്ടനിൽ വെച്ച് തൂക്കിലേറ്റി.